നമസ്കാരം സുഹൃത്തുക്കളെ, എം സാനിൽ കുമാർ. ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സ്ഥാനക ഭേദത്തെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. 6 വിധത്തിലുള്ള സ്ഥാനക ഭേദങ്ങളാണുള്ളത്. അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ആക്ച്വലി ഇതൊരു പുതിയ ചാനലാണ്, അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്കില്ല. നമ്മളിപ്പോൾ തുടങ്ങിയതുള്ളൂ. അത് മാത്രമല്ല, എനിക്ക് ഫിസിക്കലി കുറച്ച് പ്രോബ്ലം ഉള്ളത് കാരണം എന്താ പറയുന്ന എല്ലാ കലാകാരന്മാർക്കും ഉള്ളതുപോലെ, അതൊരു സഹതാപത്തിന് വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല, ഉള്ളതുപോലെ മുട്ടിന് ചെറിയ പ്രശ്നം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ വീഡിയോസൊന്നും അധികം ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ഓഫീസിലെ തിരക്കും കാരണം നമുക്ക് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അധികം ഈ ചാനലിൽ പുതിയ വീഡിയോസ് ഇടാറില്ലായിരുന്നു കുറച്ച് നാളായിട്ട്, ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ 2-3 ദിവസം മുൻപാണ് വെറുതെ ഒന്ന് യൂട്യൂബ് ചാനൽ നോക്കിയത്, അല്ല ഈ ചാനലൊന്ന് നോക്കി, എൻ്റെ ചാനൽ നോക്കിയത്. അപ്പോൾ അതിനകത്ത് കുറേ പേര് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും 1-2 പേര്, 1-2 ഇല്ല, ഒരാൾ വീഡിയോ എല്ലാ വീഡിയോയുടെ അടിയിൽ താളം പിടിച്ച് നോക്കണേ, അപ്പോൾ നടരാജമൂർത്തിയെയും ബ്രഹ്മാവിനെയും ഒന്നും നമ്മൾ വന്ദിക്കേണ്ടതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസുകൾ, അതുകൂടാതെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ഈ വീഡിയോയിൽ എവിടെയും നിങ്ങളോട് അവകാശപ്പെട്ടിട്ടില്ല ഞാനിത് ഭയങ്കര വലിയൊരു ആർട്ടിസ്റ്റാണ് എന്നൊന്നും ഞാൻ നിങ്ങളോട് അവകാശപ്പെട്ടില്ല. എനിക്ക് അറിവിൻ്റെ പരിധിയിൽ നിന്നാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം കുറേ പേർക്ക് എന്തായാലും ഞാനത് വൾഗറായിട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ചെയ്യാനും ഞാൻ ഉദ്ദേശിച്ചു. സഭ്യമായിട്ടുള്ള രീതിയിൽ എൻ്റെ ചാനലിൽ, എൻ്റെ ഇമെയിൽ ID-യിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു ചാനലാണ്. അപ്പം ഞാൻ ഒരാളെയും നമുക്ക് നിർബന്ധിച്ച് കാണിക്കാനോ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനം നടത്താനോ ഒന്നും നമ്മളാരുമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് നമ്മുടെ കഴിവുകൾ കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവരെന്തെങ്കിലും കാണിച്ച് തെറ്റായാലും ശരിയല്ല അവരെ അഭിപ്രായം പറയുക എന്നുള്ളത് നല്ലൊരു പ്രവണതയല്ല. അഭിപ്രായം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിച്ചു, പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പഠിക്കാതെ അങ്ങ് പോകാം. അല്ല, നിങ്ങൾ വലിയ പണ്ഡിതനാണെന്നുണ്ടെങ്കിൽ ആ അറിവുകൾ മറ്റുള്ളവർക്ക് ഈ സമയത്തൊക്കെ അല്ലേ പകർന്നു കൊടുക്കാം. ഒരുപാട് ആൾക്കാർ ജോലിയും ഒന്നും ഇല്ലാതെ ഇരിക്കുക, അപ്പോൾ ഒരുപാട് പേർക്ക് ഫിസിക്കലി എന്തെങ്കിലും ആക്ടിവിറ്റി ഇല്ലാതിരിക്കുക, അവർക്കൊക്കെ ഒരു ഉപകാരമാകും. അപ്പം നമ്മളൊരു ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ 4 വയസ്സായ ഒരു മോളുണ്ട്, ആ മോളുടെ ഒരു ചാനലായിട്ടാണ് തുടങ്ങി. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, സാർ ഇത്രയൊക്കെ ഡാൻസ് പഠിച്ചതല്ലേ സാർ, എന്താ അത് അറിയുന്നത് മറ്റുള്ളവർക്ക് പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരും കൂടെയൊക്കെ കണ്ട് കുറച്ചൊക്കെ പഠിക്കുമല്ലോ എന്ന് കുറച്ച് വീട്ടമ്മമാരും അങ്ങനെയുള്ളവരൊക്കെ ചോദിച്ചതിൻ്റെ പേരിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഫിസിക്കലായിട്ടും കുറച്ച്, അപ്പോൾ ഫിസിക്കലി നമുക്ക് വയ്യാതാകുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മെൻ്റലിയും കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടാകും. അപ്പം നമ്മൾ ആ വീഡിയോസൊന്നും കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്കൊരു റിക്വസ്റ്റ് നിങ്ങളോടുള്ളത്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആ വീഡിയോ കാണുകയോ പ്രൊമോട്ട് ചെയ്യുകയോ ചെയ്താൽ മതി. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് പോകും. കാര്യം വെച്ചാൽ നമ്മളെല്ലാവരും യുണീക്കാണ്. ഇപ്പം ഞാനെന്ത് കാണിച്ചാലും എൻ്റെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചായിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നായിരിക്കും. അല്ലെ, എന്നെക്കാട്ടി അറിവുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ ചുറ്റിലും ഞാനാണ് ഏറ്റവും അറിവ് കുറഞ്ഞ ആൾ എന്നൊരു ചിന്തയാണ് എനിക്ക്. അപ്പം നമുക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ഞാൻ സ്റ്റെപ്പായിട്ടോ മുദ്രയായിട്ടോ അല്ലെങ്കിൽ ശ്ലോകമായിട്ടോ ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ കണ്ടാൽ മതി. എനിക്കൊരു നിർബന്ധമില്ല നിങ്ങൾ കാണണമെന്നോ. എൻ്റെ ചാനൽ എത്രയും പെട്ടെന്ന് മോണിറ്റൈസ് ചെയ്ത് എനിക്ക് കുറച്ച് പണം സമ്പാദിക്കുക, അതൊക്കെ ദൂരെയുള്ള കാര്യം. അയാൾ പണം കിട്ടിയാൽ ഞാൻ വാങ്ങും, വേണ്ടാന്ന് വയ്ക്കില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, ചാനൽ അങ്ങനെ കിടന്നോട്ടെ. എന്തായാലും ഞാൻ ചെയ്ത കുറച്ച് വീഡിയോസ് വല്ലപ്പോഴും വയസ്സാകുമ്പോൾ ഈ ഫേസെങ്കിലും ഒന്ന് കാണാമല്ലോ, ആ ഒരു ഉദ്ദേശം നമുക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നവർ ദയവായി ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ളവർ സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഈ ചാനൽ ഇനി അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് ആവശ്യമുള്ളത്. എന്തായാലും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട്, കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു ഭാഷയിലും ഈ ഒരു പ്രോബ്ലം ഇല്ല. മലയാളികൾക്ക് ഞാൻ കണ്ടുപിടിച്ച്, എല്ലാ മലയാളികളെ അല്ല പറയുന്നത്, ഒരു വിഭാഗം അങ്ങനെ തന്നെയാണ് അവർ കണ്ടുപിടിച്ചത്. നമുക്കുള്ള കാര്യം നോക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ ഏത് ഡ്രസ്സ് ഇടണമെന്നും നമ്മൾ എങ്ങനെ നടക്കണമെന്നും നമ്മൾ എങ്ങനെ എന്ത് കാര്യം ചെയ്യണമെന്നൊന്നും നമുക്ക് ടൈമില്ല. മറ്റവൻ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ട്, അതിനകത്ത് എന്തൊക്കെ കുറവുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് ഭയങ്കര ഒരു ടെൻഡൻസി ഉള്ളത്. ആ ടെൻഡൻസി നല്ലതല്ല. ശരിക്കും ആദ്യം അവനവൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുക. എനിക്കിനി എന്തൊക്കെയാണ് എനിക്ക് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ നോക്കുക. അവൻ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് നോക്കേണ്ട ഒരു കാര്യമില്ല.
അല്ലേ? ഞാൻ ജീവിക്കുന്നത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ചുറ്റിനുമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കണം. അല്ല നമ്മൾ ആർക്കും ഗുണമില്ലാതെ ഒരാളെ ഇകഴ്ത്തിയും അല്ലെങ്കിൽ ഒരാളുടെ കാര്യത്തെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയവും നമ്മുടെ വിലപ്പെട്ട ബുദ്ധിയും നമ്മുടെ വിലപ്പെട്ട ഒരു അന്തസ്സ് എന്തിനാ കളയുന്നത്? നല്ല കാര്യമല്ല. അപ്പം താങ്കൾക്ക് ഈ പറഞ്ഞ ആളിനാണ്, താങ്കൾക്ക് അറിവുണ്ടെങ്കിൽ താങ്കൾ അത് താങ്കളുടേതായ ഫീൽഡിൽ അത് കാണിക്കൂ, അല്ലെങ്കിൽ താങ്കളുടേതായ രീതിയിൽ അത് താങ്കൾ പ്രസന്റ് ചെയ്യും. അതിന് എപ്പോഴും ഞാനൊരാൾക്കും ഇങ്ങനെ ആവശ്യമില്ലാതെ കമൻറ്റുകൾ എഴുതാനോ അല്ലെങ്കിൽ നമ്മൾ പോകാറില്ല. നമ്മളൊരു എനിക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അത് സേവ് ചെയ്ത് വെച്ച് വീണ്ടും വീണ്ടും, ഇഷ്ടപ്പെട്ടതല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാൻ അങ്ങ് പോവുക. അല്ലാതെ എന്നെ പഠിപ്പിച്ചിനി നന്നാക്കാനൊന്നും എനിക്ക് തോന്നാനില്ല മാസ്റ്ററിനെ കൊണ്ട് പറ്റുമെന്ന്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ആ സബ്ജക്റ്റൊക്കെ വിടും. ഞാൻ പറഞ്ഞു വന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഞാനിത് എനിക്ക് പറയണം എന്നുള്ള ഒരു സമൂഹ ജീവി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അന്തസ്സിന് നിരക്കാത്തതോ അസഭ്യമായിട്ടുള്ളതോ സഭ്യതയില്ലാത്തതോ ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എല്ലാം നൃത്തത്തിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒന്നും പഠിക്കാതെ വന്നു നിന്ന് ഡാൻസിൻ്റെ കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല. ക്ലാസിക്കൽ ഡാൻസ് പറഞ്ഞാൽ അതിൻ്റെതായ ഒരു വഴിയുണ്ട്, ഗുരു ശിഷ്യ പരമ്പരയുണ്ട്, അതെല്ലാം ഉണ്ട്. എന്നാലും ഞാൻ അങ്ങേ അറ്റം വരെ പഠിച്ചൊരു ഡോക്ടറേറ്റ് എടുത്ത ആളോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വലിയ വലിയ ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ച് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ച് വന്ന ആളോ ഒന്നുമല്ല ഭരതനാട്യത്തില്. കുറേയൊക്കെ ഞാൻ കണ്ടും കേട്ടും പഠിച്ചു, കുറേ ഗുരുക്കന്മാരുടെ അടുത്തും പഠിച്ചു. അങ്ങനെയുള്ള അറിവാണ് എനിക്കുള്ളത്. ഇനി എൻ്റെ അറിവ് ഞാൻ എത്ര നിങ്ങൾക്ക് തരുന്നോ അതിലും 4 കെട്ടിയാണ് എനിക്ക് പഠിക്കാനുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം നമുക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് പോകാം സമയം കളയാതെ. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ദയവായി മറക്കാതിരിക്കുക. അപ്പം വീഡിയോയിലേക്ക്. സ്ഥാനകഭേദ ശ്ലോകം. സമപാദം ചൈകപാദം നാഗബന്ധസ്തതാപരം ഐന്ദ്രം ച ഗരുഡം ചൈവ ബ്രഹ്മസ്ഥാനമിതി ക്രമാത്. സമപാദം. സ്ഥിതിസമാഭ്യം പാദാഭ്യം സമപാദമിതി സ്മിതം പുഷ്പാഞ്ജലൗ ദേവരൂപേ സമപാദം നിയുജ്യത്തെ. സമപാദം. കൈകൾ രണ്ടും ഇരുവശത്തേക്ക് അരയിൽ അമർത്തിയതിനു ശേഷം 2 കാലുകളും ചേർത്ത് നിവർന്നു നിൽക്കുക. ഇത് ദേവതകളുടെ രൂപം കാണിക്കുന്നതിനും പുഷ്പാഞ്ജലി അർപ്പണം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിച്ച് കാണുന്നത്. ഏകപാദം. ജാൻവാശ്രിത്യ പാദൈകേന സ്ഥിത്യാദേകപാദം ഏകപാദം ച്യുതം സ്ഥാനം നിശ്ചലേ താപസി സ്ഥിതം. ഏകപാദം പൊസിഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നിവർന്നു നിന്നതിന് ശേഷം ഒരു കാല് മുട്ടിന് മുകളിലേക്ക് ഉയർത്തി ഇപ്രകാരം വയ്ക്കുക. ഏകപാദം പൊതുവായി തപസ് അല്ലെങ്കിൽ മോഷൻലെസ് ആയിട്ടുള്ള അവസ്ഥ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ച് വരുന്നത്. നാഗബന്ധം. പാദം പാദേന സംവേഷ്ട്യ തഥാ പാണിം ച പാണിനാ സ്ഥിതി സ്യാത് നാഗബന്ധാഖ്യ നാഗബന്ധേ പ്രയുജ്യതേ. നാഗബന്ധം പൊസിഷനിൽ നമ്മൾ 2 സർപ്പങ്ങൾ ഇണചേർന്ന് നിൽക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ 2 വശത്തേക്കുമായി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. നാഗബന്ധം പൊസിഷനിൽ കൈകളും കാലുകളും ഇപ്രകാരം പിടിക്കേണ്ടത് അനിവാര്യതയാകുന്നു. കാലുകൾ ഇപ്രകാരം അഗ്രതല പൊസിഷനിലാണ് വെച്ച് കാണാറുള്ളത്. ഐന്ദ്രം. പാദമേക സമാകുൻസ്യ സ്ഥിത്വാ അന്യപാദജാനുനി ഉത്താനിദേകരം ന്യാസ സ്ഥിതി ഐന്ദ്രമാതിരിതം വാസ്തവേ രാജഭാവേ സ്ഥാനമൈന്ദ്രം വിയുജ്യതേ. ഐന്ദ്രം പൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാലിനെ ചെറുതായിട്ട് താന്നുന്നതിന് ശേഷം അടുത്ത കാല് മുട്ടിന് മുകളിലേക്ക് ഒരു ത്രികോണ രീതിയിലേക്ക് ഉയർത്തുക. 2 കൈകളും ദോളഹസ്തയിലോ അല്ലെങ്കിൽ
ഇടത് കൈ ഡോളഹസ്തയിലും വലത് കൈ ത്രിപതാഹസ്ത തലയ്ക്ക് മുകളിൽ ഇപ്രകാരം പിടിച്ചും നമുക്ക് കാണിക്കാവുന്നതാണ്. ഇത് ദേവരാജ് ഇന്ദ്രൻ അല്ലെങ്കിൽ ദേവരാജാക്കന്മാർ അല്ലെങ്കിൽ മറ്റു രാജാക്കന്മാർ തുടങ്ങിയ മുദ്രകൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിച്ച് കാണുന്നു. ആലിതമണ്ഡലേ പശ്ചാദത്ത ജാനുതലം ഭുവി സംസ്ഥാപ്യ പാണിയുഗ്മേന വഹൻ വിരളമണ്ഡലം സ്ഥിതിസ്തു ഗരുഡസ്ഥാനം ഗരുഡേ നിയുജ്യതേ. ഗരുഡൻ അഥവാ വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെ പൊസിഷൻ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ആലിത മണ്ഡലത്തിൽ നമ്മൾ ഇപ്രകാരം നിന്നതിന് ശേഷം ഇരു കൈകളും ഒരു പക്ഷിയുടേതിന് സമാനമായി ഇപ്രകാരം കൊണ്ടുവരിക. ഇതിനെ ഗരുഡൻ പൊസിഷൻ എന്ന് അറിയപ്പെടുന്നു. അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ മണ്ഡലഭേദങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാൻ ശ്രമിക്കുന്നതാണ്. അതിൽ ആലിതം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ ശ്രമിക്കാം. ബ്രഹ്മന്യാസപരിപാദം ന്യാസപാദസ്യോ പരിജാനിതസ്ഥിതം യദി ഭവേത് ബ്രഹ്മം ജവാനിഷു നിയുജ്യതേ. ആറാമത്തേതും അവസാനത്തേതുമായ പൊസിഷനാണ് ബ്രഹ്മ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഇരിക്കുന്ന സ്റ്റൈൽ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇപ്രകാരം പത്മാസനത്തിൽ ഇരുന്നതിന് ശേഷം ഇരു കൈകളും യോഗമുദ്ര പിടിച്ച് ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ഹംസാസ്യ മുദ്ര പിടിച്ച് മുട്ടിന് മുകളിലായിട്ട് ഇപ്രകാരം വെച്ച് ഇരിക്കേണ്ടതാണ്. ഇതാണ് സ്ഥാനക ഭേദങ്ങൾ 6. താങ്ക്സ് ഫോർ വാച്ചിങ്.